വലിയ നോമ്പിലെ 30-ാം ദിവസം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള വചനങ്ങൾ. ഉപവാസത്തെക്കുറിച്ച് ആളുകൾ ഈശോയോട് സംസാരിക്കുകയാണ്. യോഹന്നാൻ്റെ ശിഷ്യരും ഫരീസയരും ഉപവസിക്കുന്നത് ജനം ശ്രദ്ധിക്കുന്നു. പക്ഷേ ഈശോയുടെ ശിഷ്യന്മാർ അതേ രീതി പിന്തുടരുന്നതായി കാണാത്തതിനാൽ അവർ വിമർശനം ഉന്നയിക്കുകയാണ്. അവരോട് പ്രതികരിച്ചുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വിവാഹം നമ്മെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഉപവാസമോ വിലാപമോ പ്രതീക്ഷിച്ച് ആരും ഒരിക്കലും വിവാഹത്തിന് പോകുന്നില്ല. തന്നെ ഇവിടെ മണവാളൻ എന്ന് വിളിക്കുന്നതിലൂടെ ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അതായത് ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നിരിക്കുന്നത് ഒരു വിദൂര ന്യായാധിപനായിട്ടല്ല, മറിച്ച് തൻ്റെ ജനവുമായി, തൻ്റെ മക്കളുമായി ആഴമായ സ്നേഹനിർഭരമായ ഒരു ബന്ധം ആഗ്രഹിക്കുന്നവനായിട്ടാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മെ ഭാരപ്പെടുത്താനല്ല, പിന്നെയോ തകർന്ന ഹൃദയങ്ങളെ പുനഃസ്ഥാപിക്കാനും മുറിവുകളെ സുഖമാക്കാനും ക്ഷീണിതമായ നമ്മുടെ ആത്മാവിന് പുതുജീവൻ നൽകാനും അത്രേ. തുടർന്നുള്ള വചനഭാഗത്ത് ഈശോ 2 ചെറിയ ഉപമകൾ നൽകുകയാണ്. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറുമില്ല. അവയുടെ അർത്ഥം വളരെ ശക്തമാണ്. ഈശോ നൽകുന്ന പുതിയ ജീവിതം പഴയ ജീവിത രീതികളിലേക്ക് ചേർക്കാൻ കഴിയില്ലെന്ന് അവൻ അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ പഴയ ശീലങ്ങൾ, പഴയ നീരസങ്ങൾ, പഴയ പാപങ്ങൾ, പഴയ ചിന്താരീതികൾ, ഇവയിലൊക്കെ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ പിന്തുടരാൻ പലപ്പോഴും നാം ശ്രമിക്കുന്നു. അവൻ്റെ കൃപ നമുക്ക് വേണം. എന്നാൽ നമ്മെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നാം എപ്പോഴും തയ്യാറല്ല താനും. പഴയ തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞ് ഒഴിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആണത്. നോമ്പുകാലത്ത് നാം പലവിധ അനുഷ്ഠാനങ്ങൾ നടത്താറുണ്ട്. അതൊക്കെ വിലപ്പെട്ടതാണ്. പക്ഷെ അവയല്ല നോമ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പിന്നെയോ ഹൃദയത്തിൻ്റെ പുതുക്കലാണ്, നവീകരണമാണ്. സത്യസന്ധമായി ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന പഴയ തോൽക്കുടങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ നമ്മുടെ നീരസം, അഹങ്കാരം, സ്വാർത്ഥത, മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം, ആത്മീയ അലസത, ഇവയൊക്കെ നാം ഉപേക്ഷിക്കേണ്ട പഴയ തോൽക്കുടങ്ങളാണ്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ വീഞ്ഞ് പകരാൻ ആഗ്രഹിക്കുന്നു. കൃപയും സമാധാനവും കരുണയും ഒക്കെ ആകുന്ന പുതിയ വീഞ്ഞ്. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കാൻ നാം ഈശോയെ അനുവദിക്കണം. പ്രാർത്ഥനയിലൂടെ, മാനസാന്തരത്തിലൂടെ, കൂദാശകളിലൂടെ, പ്രത്യേകിച്ചും അനുരഞ്ജനത്തിൻ്റെ കൂദാശയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവകൃപയാൽ പുതുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നാം ആത്മാർത്ഥതയോടെ ക്രിസ്തുവിനായി നമ്മെ തന്നെ തുറന്നു കൊടുത്താൽ അവൻ നമ്മെ നിരാശരാക്കുകയില്ല. അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തും. ഈസ്റ്റർ ആഗതമാകുമ്പോൾ നാം ഈശോയുടെ പുനരുത്ഥാനത്തെ ആഘോഷിക്കുക മാത്രമല്ല, നമ്മിൽ തന്നെ ഒരു പുതുക്കൽ, പുതിയ ജീവൻ അനുഭവിക്കാൻ സാധിക്കും.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.